ഞങ്ങൾ വീട്ടിൽ വെക്കാറുള്ള ഒരു പച്ച മസാല ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ്. ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. എല്ലാത്തിനും ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ തക്കാളി, വലിയ ഉള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചക്കുരുമുളക്, പച്ചമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിയില, അങ്ങനെ എല്ലാം എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഏകദേശം നമ്മൾ തേങ്ങയൊക്കെ അരക്കൂല ആ ഒരു രീതിയിൽ. ഞാനിവിടെ എടുത്തിട്ടുള്ള വീട്ടിലൊക്കെ ഉണ്ടാകുന്ന അങ്ങനത്തെ മല്ലിയിലയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും എടുക്കുക. കടയിലത്തെ ആകുമ്പോൾ കുറച്ചും കൂടെ വേറെ ടേസ്റ്റ് ആകും. ഇതിന് ഒരു എക്സ്ട്രാ ഫ്ലേവർ ഉണ്ടല്ലോ. ഈ വീഡിയോ പണ്ടെങ്ങാണ്ട് ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ, പണ്ടെന്നല്ല ഇപ്പോഴും ഞാൻ എടുക്കുന്ന വീഡിയോയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. അങ്ങനെ കുക്കർ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതൊക്കെ നമ്മൾ ഈ അരച്ച് വെച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. മണം വരുമ്പോൾ തന്നെ നല്ലൊരു മണം കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടും. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് പച്ചമണമൊക്കെ പോയി വരുന്നുണ്ട്. ആ സമയത്ത് ജീരകം, വലിയ ജീരകവും ചെറിയ ജീരകവും കുത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരപ്പിലിടാൻ വേണ്ടി മറന്നതായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അരക്കുന്ന സമയത്ത് ഇട്ടാലും മതി. നന്നായി ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പാകം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ഇനി മുളക് പൊടി ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. എരിവിന് മുളക് മതി. പിന്നെ പച്ചക്കുരുമുളകാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ. അങ്ങനെ നല്ല തിളച്ച് വന്നതിന് ശേഷം നമ്മൾക്ക് ചിക്കനാണോ ബീഫാണോ എന്താണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുക്കർ അടിച്ചിട്ട് 2 വിസിലടുപ്പിക്കുക. ചിക്കനാകുമ്പോൾ 2 വിസിൽ മതി, ബീഫ് അതിനനുസരിച്ചുള്ള വേവ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.